കാർഷിക സർവകലാശാലയിൽ നടപ്പിലാക്കിയ NEP-യിലെ കേന്ദ്ര നയം വ്യക്തമാക്കുന്ന രേഖകൾ പുറത്തുവന്നിരിക്കുന്നു. കുട്ടികൾക്ക് നൽകുന്ന ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ പേര് മുതൽ അക്കാദമിക വിഷയങ്ങളിൽ വരെ കേന്ദ്ര ഇടപെടലുണ്ട്. ദീക്ഷാരംഭം എന്ന പേരിലാണ് പുതിയ ബാച്ചിലെ വിദ്യാർത്ഥികൾക്ക് ഓറിയന്റേഷൻ നൽകുന്നത്. ഈ പേര് സ്വീകരിക്കരുതെന്ന ബോർഡ് ഓഫ് സ്റ്റഡീസിൽ എതിർപ്പുയർന്നെങ്കിലും ഇത് മറികടന്നാണ് കൃഷിവകുപ്പിന് കീഴിലുള്ള സർവകലാശാല ഇത് നടപ്പിലാക്കിയത്. നട്രാജ് പരശുറാം വിശദാംശങ്ങൾ നൽകും. നട്രാജ്, ഇന്നലെ SFIയുടെ കാർഷിക സർവകലാശാലയിലേക്കുള്ള മാർച്ചൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ NEP-യുടെ വിഷയത്തിൽ CPM CPI നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് വരുന്നതിന് കാഴ്ച കൂടി ആയിട്ട് അത് മാറുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന രേഖകൾ അനുസരിച്ച് ഈ NEP നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾക്ക് കാർഷിക സർവകലാശാല വഴങ്ങിയിട്ടുണ്ട്? നിലവിൽ പുറത്തു വരുന്ന രേഖകളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇത് കുട്ടികൾക്ക് നൽകുന്ന ഓറിയന്റേഷൻ പ്രോഗ്രാം സംബന്ധിച്ചുള്ളതാണ്. ഈ ഓറിയന്റേഷൻ പ്രോഗ്രാമിന് നൽകിയിരിക്കുന്ന പേര് തന്നെ ദീക്ഷാരംഭം എന്നാണ്. ഇത് സംഘപരിവാർ അനുകൂലമായൊരു നാമധേയമാണെന്ന് ആരോപണം CPM ഉന്നയിക്കുന്നുണ്ട്. ദീക്ഷാരംഭം എന്ന പേരിൽ പുതിയ ബാച്ചിലെ വിദ്യാർത്ഥികൾക്ക് ഓറിയന്റേഷൻ നൽകുന്നു. ഈ പേര് സ്വീകരിക്കരുതെന്ന് ബോർഡ് ഓഫ് സ്റ്റഡീസിൽ നേരത്തെ എതിർപ്പ് ഉയർന്നിരുന്നതാണ്. പക്ഷേ ഈ എതിർപ്പ് മറികടന്നാണ് കേന്ദ്രം നൽകിയ ഈ പേര് കൃഷി വകുപ്പിന് കീഴിലുള്ള, അതായത് CPIക്ക് കീഴിലുള്ള വകുപ്പിന്റെ കീഴിലുള്ള സർവകലാശാല നടപ്പിലാക്കിയത്. ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം നേരത്തെ തന്നെ വന്നെങ്കിലും അതൊക്കെ തന്നെ തള്ളുകയായിരുന്നു. ഈ പരമ്പരാഗത മൂല്യങ്ങളിൽ ഊന്നിയുള്ള പഠനമാകണം നടത്തേണ്ടത് എന്നും സിലബസിൽ നിർദ്ദേശമുണ്ട്. ICAR റാങ്കിംഗ് വേണ്ട എന്ന നിലപാടിൽ NEP നടപ്പാക്കാതെ തമിഴ്നാടൊക്കെ മാറി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം നിർദ്ദേശങ്ങൾ കേരളം പാലിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇത് സംബന്ധിച്ച് പല സ്ഥലത്തും മുറുമുറുപ്പുകളും മറ്റും ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് CPM അനുകൂല അധ്യാപകരും മറ്റും ചൂണ്ടിക്കാണിക്കുന്ന വിഷയം. നേരത്തെ തന്നെ പൊതുസ്വീകാരനായ ചെറുവയൽ രാമനെയൊക്കെ നിയമിച്ചതിലൂടെ അദ്ദേഹത്തെയാണ് ഇതിൽ പ്രൊഫസർ ഓഫ് പ്രാക്ടീസായി നിയമിച്ചത്. അദ്ദേഹത്തെയൊക്കെ നിയമിച്ചതൊക്കെ തന്നെ ഇത്തരത്തിലൊരു ഒളിച്ചു കടത്തൽ നടത്താനാണെന്നുള്ള ആരോപണവും പല സ്ഥലത്തും ശക്തമാകുന്നുണ്ട്. എന്തായാലും ഈ ദീക്ഷാരംഭം എന്നുള്ള പേര് സാധാരണ ദീക്ഷ നൽകുക എന്ന് പറയുന്നത് സന്യാസവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളാണ്. ഇതൊക്കെ തന്നെ ഒരു സംഘപരമായ അനുകൂല പ്രയോഗങ്ങളൊക്കെ തന്നെ സിലബസിൽ ഒരു പരിപാടിക്ക് വരുന്നതിലൊക്കെ തന്നെ അതൃപ്തി പലരും പ്രകടമാക്കുന്നുണ്ട്.